അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫ വസലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫ അമ്മാ ബഅദ്. ബഹുമാനികളെ, ഒരിക്കൽ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ ഒരു പെണ്ണ് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ നബി അല്ലാഹ്, റബ്ബുക ആദിലുൻ അം ളാലിമുൻ? അങ്ങയുടെ രക്ഷിതാവ്, ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്ന ആ രക്ഷിതാവ് നീതിമാനാണോ അതോ അക്രമിയാണോ? അങ്ങയുടെ രക്ഷിതാവ് നീതിമാനാണോ അക്രമിയാണോ? അപ്പോ ദാവൂദ് നബി അലൈഹി സ്വലാം പറഞ്ഞു, റബ്ബി ആദിലുൻ ലാ യജൂറു അല അഹദിൻ. എന്റെ രക്ഷിതാവ് നീതിമാനാണ്, ഒരാളോടും ഒരു നിലക്കും അക്രമം ചെയ്യാത്തവനാണ്, അക്രമം പ്രവർത്തിക്കാത്തവനാണ്. ദാവൂദ് നബി അലൈഹി സ്വലാം പറഞ്ഞിട്ട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം? എന്റെ രക്ഷിതാവ് നീതിമാനാണോ അതല്ല അക്രമിയാണോ എന്ന് ചോദിക്കാനുള്ള കാരണം എന്താണ്? അപ്പൊ ഈ പെണ്ണ് പറയുന്നു, അന അർമിലത്തുൻ, നബിയെ, ഞാനൊരു വിധവയായ സ്ത്രീയാണ്. എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് ഉള്ളത്. ഈ മൂന്ന് പെൺകുട്ടികളുടെയും ചെലവ്, ഭക്ഷണത്തിനുള്ള ചെലവൊക്കെ എൻ്റെ അധ്വാനത്തിൽ നിന്നാണ് ഞാൻ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്. എൻ്റെ ജോലി നൂല് നോറ്റ് വസ്ത്രം നെയ്ത് ഉണ്ടാക്കലാണ് എൻ്റെ ജോലി. ആ വസ്ത്രം നെയ്തിട്ട് അത് കൊണ്ടുപോയി വിറ്റ് അതിൽ നിന്നുമാണ് ഞാൻ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. ഇന്നലെ ഞാൻ ഒരു വസ്ത്രം നെയ്തു, വലിയ ഒരു പുതപ്പ് ഞാൻ നെയ്തുണ്ടാക്കി. അത് അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കാൻ വേണ്ടി പോവുകയായിരുന്നു. അത് വിറ്റിട്ട് വേണം എൻ്റെ മക്കൾക്ക് ഞാൻ ഭക്ഷണം വാങ്ങുന്നതിന്. അങ്ങാടിയിലേക്ക് ഞാൻ പോകുന്ന വഴിക്ക് ഒരു പക്ഷി വന്നുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്നും അത് റാഞ്ചി എടുത്തു കൊണ്ടുപോയി, തട്ടിപ്പറിച്ചു കൊണ്ടുപോയി. ഞാൻ ഇനി എൻ്റെ മക്കൾക്ക് എന്തു ചെയ്യും? വളരെ നേരത്തെ അധ്വാനത്തിലൂടെയാണ് ഞാൻ ആ പുതപ്പ് നെയ്തുണ്ടാക്കിയത്. എന്നാൽ എന്നിൽ നിന്നും ആ പക്ഷി റാഞ്ചി എടുത്തു കൊണ്ടുപോവുകയാണ് ചെയ്തത്. അങ്ങയുടെ രക്ഷിതാവ് നീതിമാനാണോ അത് അക്രമിയാണോ? എൻ്റെ പെൺമക്കളുടെ അവസ്ഥയെക്കുറിച്ച് എന്തുകൊണ്ട് അങ്ങയുടെ രക്ഷിതാവ് മനസ്സിലാക്കുന്നില്ല എന്ന് ഈ പെണ്ണ് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ വീടിന്റെ വാതിലിൽ വന്നുകൊണ്ട് മുട്ട് കേൾക്കുകയാണ്. ദാവൂദ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, അകത്തേക്ക് കയറി വരിക, വാതില് അടച്ചിട്ടില്ലല്ലോ, നിങ്ങൾ അകത്തേക്ക് കയറി വരൂ. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കലേക്ക് 10 കച്ചവടക്കാര് കയറി ചെല്ലുകയാണ്. 10 കച്ചവടക്കാര് കയറി ചെല്ലുകയാണ്. എന്നിട്ട് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ മുമ്പിലേക്ക് ഓരോരുത്തരും 100 ദീനാർ വെച്ച് നീട്ടുകയാണ്. എന്നിട്ട് പറഞ്ഞു, തസദ്ദഖ് ബിഹി അലാമൻ അറത്ത. ദാവൂദ് നബിയെ, ഈ ധനം മുഴുവനും നിങ്ങൾ ഉദ്ദേശിക്കുന്നവർക്ക് സദഖ ചെയ്തു കൊള്ളുക. നിങ്ങൾ ഉദ്ദേശിക്കുന്നവർക്ക് ഈ ധനം മുഴുവനും സദഖ ചെയ്തു കൊള്ളുക. ദാവൂദ് നബി അലൈഹി സ്വലാം ചോദിച്ചു, നിങ്ങൾ എവിടെന്നാ വരുന്നത്? നിങ്ങളുടെ അവസ്ഥ എന്താണ്? അപ്പോ ഈ 10 കച്ചവടക്കാരും പറഞ്ഞു, ഞങ്ങൾ സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. കച്ചവടം കഴിഞ്ഞ് ഞങ്ങളുടെ നാടുകളിലേക്ക് തിരിച്ചു വരികയായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ സഞ്ചരിച്ചിരുന്നതായ വാഹനം, കടലിൽ ഞങ്ങൾ സഞ്ചരിച്ചിരുന്നതായ വാഹനം അപകടത്തിൽപ്പെട്ടു. വലിയൊരു ഹോള് വീണു. അതിൽ ഇങ്ങനെ വെള്ളം വന്ന് നിറയാൻ തുടങ്ങി. ഞങ്ങൾ അങ്ങനെ അള്ളാഹുവിനോട് ദുആ ചെയ്തു. അങ്ങ് പഠിപ്പിച്ചു തന്ന രക്ഷിതാവിനോട് ഞങ്ങൾ ദുആ ചെയ്തു, ഞങ്ങളെ ഈ വിപത്തിൽ നിന്നും രക്ഷപ്പെടുത്തുകയാണെങ്കിൽ ഞങ്ങൾ ഓരോരുത്തരും 100 ദീനാർ വീതം സദഖ ചെയ്തു കൊള്ളാം, ധർമ്മം ചെയ്തു കൊള്ളാം എന്ന് നേർച്ചയാക്കുകയുണ്ടായി. നേർച്ചയാക്കി ഒരല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു പക്ഷി വന്നുകൊണ്ട് ഒരു പുതപ്പ് ഞങ്ങളിലേക്ക് ഇട്ടു തന്നു. ആ പുതപ്പ് വെച്ചുകൊണ്ട് ഞങ്ങൾ ആ ദ്വാരം അടക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി ഞങ്ങൾ നേർച്ചയാക്കിയ പൈസയാണിത്. തസദ്ദഖ് അലാമൻ അറത്ത. അങ്ങ് ഉദ്ദേശിക്കുന്നവർക്ക് ഇത് സദഖ ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് 10 പേരും ഇറങ്ങിപ്പോയി. ബഹുമാനികളെ, ദാവൂദ് നബി അലൈഹിസ്സലാം പെണ്ണിന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് പറയുകയാണ്, പെണ്ണെ, നിന്റെ പുതപ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപയോഗപ്പെടുത്തിയത് എവിടെയെന്ന് നീ മനസ്സിലാക്കിയോ? നീ അള്ളാഹുവിനെ അക്രമിയാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ റബ്ബുക യത്തജിറു ലക്കി, നിന്റെ രക്ഷിതാവ് നിനക്ക് വേണ്ടി അവിടെ കച്ചവടം ചെയ്യുകയാണ് ചെയ്തത്. നീ ഒരു പുതപ്പ് വിറ്റാൽ എത്ര തുച്ഛമായ പൈസയാണ് കിട്ടുക. പക്ഷേ ഇതാ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര വലിയ ഒരു ധനമാണ് നിനക്ക് അള്ളാഹു തആല എത്തിച്ചു തന്നേക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വാസം ഉള്ളവളായി തീരുക എന്ന് പറഞ്ഞുകൊണ്ട് ദാവൂദ് നബി അലൈഹിസ്സലാം ആ പെണ്ണിന് സമ്പത്ത് എടുത്തു കൊടുക്കുകയാണ് ചെയ്തത്. ബഹുമാനികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിഷയങ്ങളിൽ എങ്ങനെയാണ് ഇടപെടുന്നതെന്ന് നമുക്കറിയാൻ കഴിയുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നാം വിശ്വാസം അർപ്പിക്കുകയും അവനിൽ നിന്നും പിന്മാറാതിരിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്തം. ചിലപ്പോൾ
പരീക്ഷണങ്ങളായിരിക്കും, ചിലപ്പോൾ സന്തോഷമായിരിക്കും. എന്താണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകളാണ് നാം എന്ന ചിന്തയിലായിരിക്കണം നമ്മുടെ ജീവിതം. അള്ളാഹു തആല എല്ലാവിധ ഖൈറും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അള്ളാഹു റാഹത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. പലവിധ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ പ്രത്യേകം ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും പൂർണ്ണമായ ശിഫയും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെയും അവരുടെയും ആഖിബത്ത് അള്ളാഹു തആല നന്നാക്കി തരുമാറാകട്ടെ. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.